ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഈവനിങ്ങിന് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിലേക്ക് കറിയൊന്നും വേണ്ട കേട്ടോ, ഇത് തനിയെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ബ്രെഡും മുട്ടയും റവയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 5 ബ്രെഡിൻ്റെ അളവിലാണ് ബാക്കിയുള്ളതൊക്കെ എടുക്കുന്നത്. അപ്പോൾ 5 ബ്രെഡ് കൊണ്ട് തയ്യാറാക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്നാക്ക് വേണം അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ ഒരു ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 5 ബ്രെഡും കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരു 20 സെക്കൻഡോളം നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തപ്പോഴേക്കും നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 മുട്ടയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം കിട്ടൂല. നമ്മൾ മുട്ടയൊക്കെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് അടിച്ചെടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് പാകമായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ മുട്ടയൊക്കെ നല്ലപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ 5 മുട്ടയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ അളവ് കുറക്കാം കേട്ടോ. അതായത് ഒരു 3 മുട്ടയും ഒരു 1/4 കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മുട്ടയിൽ തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് കേട്ടോ. അപ്പോൾ റവ എടുക്കുമ്പോൾ നമ്മൾ വറുത്ത റവ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി വറുക്കാത്ത റവയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ, എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പിൻ്റെ അടുത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ റവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ റവയൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡ് പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രെഡ് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഈ ഒരു റവയും ബ്രെഡ് പൊടിയും പാടെ നല്ല മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 1-2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 ബ്രെഡിന് 5 മുട്ട കറക്റ്റാണ്. ഇതിലേക്ക് ഇനി വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് അളവാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതൊക്കെ നല്ല കനം കുറഞ്ഞ രീതിയിൽ മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയിലില്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില വേണം ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ചെറിയൊരു തക്കാളി മാത്രം ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്തത് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ് മാത്രം കേട്ടോ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു സവാള ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ, മീഡിയം സൈസിലുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് പച്ചമുളക് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എരിവിന് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പൊടികളെല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു കൂട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരിക്കലും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മൾ റവയാണ് ആദ്യം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഈ ഐറ്റംസുകളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ റവ അത്യാവശ്യം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കുക കേട്ടോ, ഉപ്പ് ഒരിക്കലും കൂടി പോവരുതേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാബേജ് ക്യാപ്സിക്കം അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ.
ഇപ്പോൾ ഇതാ ഒരു സവാളയും തക്കാളി അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഓയിലാണ് കേട്ടോ. അപ്പോൾ മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതായത് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഉള്ളിലൊക്കെ നോക്കുമ്പോൾ നല്ലൊരു മയത്തോടു കൂടെ കിട്ടും കേട്ടോ. ഇതുപോലെ വേണം കേട്ടോ നമ്മുടെ ഈ ഒരു കൂട്ട് കിട്ടാനും. അപ്പോൾ ഈ ഒരു ഓയിലിന് പകരം നിങ്ങൾക്ക് 2 ടീസ്പൂണോളം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ, നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതുപോലെ വേണം കേട്ടോ കിട്ടാൻ. ഇനി നമുക്ക് നമ്മുടെ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ടൈറ്റായിട്ട് വരികയാണെങ്കിൽ, അതായത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവ്, അതായത് ഇപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ബ്രെഡൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കും ഈ ഒരു കൂട്ട് കിട്ടുക. അപ്പോൾ 1-2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിന് പകരം പാലോ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് പാലപ്പൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പാനിലാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടായതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനും. അപ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തവിയാണെങ്കിൽ ഒരു തവി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വലുതാണെങ്കിൽ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അതായത് ഒരുപാട് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത്. ഇത് എത്ര സമയം വേണം കുക്കാകാൻ അത്രയും സമയം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് ഉൾവശം കുക്കാവില്ല, പുറംവശമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ ഇതാ ഞാനിവിടെ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയമായപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു വശമായിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിൽ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും കേട്ടോ. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടും ആ ഒരു വശം ഇതേപോലെ തന്നെ ഒരു 30 സെക്കൻഡോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അതാ 2 വശം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലായതുകൊണ്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇരുമ്പിൻ്റെയൊക്കെ ചീനച്ചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ നല്ലപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു റവയൊക്കെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് തയ്യാറാക്കിയാൽ മാത്രമേ കേട്ടോ ഉൾവശമൊക്കെ നല്ലപോലെ കുക്കായിട്ട് വരുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറം വശമൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടും. ഉൾവശത്തിൻ്റെ ആ ഒരു റവയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നല്ലപോലെ കുക്കായിട്ട് കിട്ടില്ല. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയുള്ള പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ റവയും മുട്ടയും ബ്രെഡൊക്കെ കിട്ടുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടെയാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.